നമ്മുടെ പുതിയ ലൈറ്റിംഗ് ആണ്. ഈ LED ബൾബിനെ കുറിച്ചുള്ള റിസർച്ചുകളെല്ലാം ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ലൈറ്റാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ലൈറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ആയിട്ട് ഇടാം ഗൈസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബ് പ്യുവർലി മെയ്ഡ് ഇൻ ചൈനയാണ്. ഹായ് ഗൈസ്, അയച്ചോണ്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ്, നമ്മുടെ ഇൻവെർട്ടർ ലൈറ്റാണ്. ഹലോനിക്സിൻ്റെ 9 വാട്ടിൻ്റെ ഇൻവെർട്ടർ ലൈറ്റാണിത്. അപ്പം പലർക്കും അറിയാം ഈ സംഭവം എന്താണ് യൂസ് ചെയ്യുന്നത്. ഇനി അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ ബൾബിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ബൾബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബാറ്ററി ഇതിൻ്റെ അകത്ത് ചാർജ് ആവും. ചാർജ് ആയി കഴിയുമ്പോഴത്തേക്കും കറണ്ട് പോയി കഴിയുമ്പോൾ നമ്മളെ സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് കത്തും. ഇനി അഥവാ ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തും, കറണ്ട് ഇല്ലാണ്ട് കത്തും. അപ്പോൾ പലരും ഇതിൻ്റെ അകത്ത് ഭയങ്കര എക്സ്പ്ലനേഷനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ബൾബ് നമ്മൾ ഹോൾഡറിൽ ഇടുമ്പോഴത്തേക്കും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഈ രണ്ട് ടെർമിനൽ തമ്മിലാണ് കോൺടാക്റ്റ് വരുന്നത്. കറണ്ട് ഉള്ളപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരു സൈഡിൽ ന്യൂട്രൽ വരും, മറ്റേ സൈഡിൽ ഫേസ് വരും. കറണ്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള ലോഡുകളുണ്ടല്ലോ, അതായത് നമ്മുടെ ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള ഐറ്റംസിൽ കൂടെ കയറി ഇറങ്ങി ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേമാതിരി ഷോർട്ട് വരും. അപ്പോൾ ഈ ലൈറ്റ് ഇതിൻ്റെ ബാറ്ററി മോഡിൽ കത്തും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 9 വാട്ടിൻ്റെ ബൾബിൽ നിന്നാണ്. 230 വോൾട്ട് AC 50 ഹെർട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. 900 ലൂമിൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ബാറ്ററി ടൈപ്പ് ലിഥിയം എന്നാണ് പറയുന്നത്. ലിഥിയം അയൺ ബാറ്ററിയാണ്. സൈക്കിൾ ലൈഫ് ടൈം 500 ടൈംസ് എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ഡിസ്ചാർജ് ആൻഡ് ചാർജ്. അപ്പോൾ 500 സൈക്കിൾസ് വരെ കിട്ടുന്നതാണ്. പ്രൈസ് ഇട്ടിരിക്കുന്നത് 499 രൂപയാണ്. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ഇതിൻ്റെ അകത്ത് പെട്ടിയിൽ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് വിച്ച് ക്യാൻ ഫോം സർക്യൂട്ട് സച്ച് ആസ് ഫാൻ, റെഫ്രിജറേറ്റർ, TV, എയർ കണ്ടീഷണർ ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തിക്കോളും. ഇനി അഥവാ ഇതൊന്നും ഓണായിട്ടില്ലെങ്കിൽ ലൈറ്റ് കത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫാനോ എന്തെങ്കിലും ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ ലൈറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. അഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുള്ളതെന്നൊന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ LED ബൾബിൽ മൊത്തം 36 LEDകളാണുള്ളത്. ഇതിൻ്റെ അകത്ത് 3 വോൾട്ടിൻ്റെ LEDകളുണ്ട്, 9 വോൾട്ടിൻ്റെ LED ഉണ്ട്. അപ്പോൾ ഈ 3 വോൾട്ടിൻ്റെ LED ആണ് നമുക്ക് ബാക്കപ്പായിട്ട് കത്തുന്നത്, കറണ്ട് ഇല്ലാത്ത സമയത്ത് കത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 ബൾബ് മേലെയും 11 ബൾബ് താഴെയാണ്, കണ്ടോ. അപ്പോൾ ടോട്ടൽ 22 ബൾബുണ്ട്. ഇനി നിങ്ങൾക്കൊരു തമാശ കാണിച്ചു തരാം. നമ്മളെ ഹോപ്പ് മീറ്റർ പവർ ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് ഇൻവെർട്ടർ ബൾബ് ഒന്ന് ഹോൾഡറിലിടാം. നമ്മുടെ ഇൻവെർട്ടർ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഹോപ്പി മീറ്ററിലെ സർക്യൂട്ടറി ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഷോർട്ടായിട്ട് എമർജൻസി മോഡിൽ കത്തുന്നതാണ്. ബാറ്ററിയിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹോപ്പി മീറ്റർ ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടോ, നമ്മുടെ ബൾബ് ഇങ്ങനെ വല്ലാണ്ട് ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നം നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താ ഇങ്ങനെ വരുന്നതെന്നുള്ളത്. കണ്ടോ, കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യും, കറണ്ട് വരുമ്പോൾ ഫ്ലിക്കർ ചെയ്യുന്നു. നമുക്ക് LED ബൾബിൻ്റെ വാട്ട്സ് ഒന്ന് നോക്കാം. അപ്പം ഇപ്പോൾ AC മോഡിലാണ്. കറണ്ടിൽ എടുക്കുമ്പോഴത്തേക്ക് 8.2 വാട്ട്സിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. അതേമാതിരി വോൾട്ടേജ് ഇപ്പോൾ നമുക്ക് വരുന്നത് 239 വോൾട്ട് ഉണ്ട്. കറണ്ട് വലിച്ചിരിക്കുന്നത് 35 മില്ലി ആമ്പിയറാണ്. 9 ഫാക്ടർ 0.958 എടുത്തിട്ടുണ്ട്. നിങ്ങൾ LED ബൾബ് ഒന്ന് അടുപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വയറിനോട് അടുപ്പിച്ച് ഒരു 5 LED ബൾബ് വെറുതെ കത്താതെ കിടക്കുന്നുണ്ട്. ഇത് ബാറ്ററിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ബാറ്ററിയിൽ കത്തുന്നില്ല. പവറിലാണെന്നുണ്ടെങ്കിലും അത് കത്തുന്നില്ല. ഞാൻ എന്താ ഇപ്പോൾ പവർ ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ നടുക്കത്തെ 5 ലൈറ്റ് മാത്രം കുറഞ്ഞ ബ്രൈറ്റ്നസ്സിൽ കത്തുന്നുണ്ട്. അപ്പോൾ ഈ ഔട്ടറിൽ കാണുന്ന 9 LEDകളാണ് നമ്മുടെ AC വർക്ക് ചെയ്യുമ്പോൾ കത്തുന്നത്. കണ്ടോ, ഈ കറണ്ട് പോകുമ്പോൾ സർക്യൂട്ട് ഓപ്പൺ ആണോ ക്ലോസ് ആണോ, അതായത് സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നുള്ളതൊരു കൗതുകം. ഞാൻ നമ്മുടെ ബൾബിൻ്റെ ടെർമിനലിൽ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിൽ പ്രോബ് ചെയ്യുമ്പോൾ ഒരു 3 വോൾട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഉണ്ടോ, 3 വോൾട്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇൻവെർട്ടർ മോഡിൽ നമ്മുടെ ഓരോ LEDക്ക് എത്ര വോൾട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് LEDയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും നമ്മുടെ മൾട്ടിമീറ്റർ ഒന്ന് വെച്ച് പ്രോബ് ചെയ്യാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം ഒരു ഓൾമോസ്റ്റ് 2.8 വോൾട്ടാണ് കൊടുക്കുന്നത്.
നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇൻവെർട്ടർ മോഡിൽ എങ്ങനെയാണ് നമ്മുടെ LED കോൺഫിഗർ ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം 22 LEDകളും പാരലലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബാറ്ററിക്ക് പാരലലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കത്താത്ത LED ആണെന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് പൊളാരിറ്റിയിലും ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഡ്രൈവറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന എത്ര വോൾട്ടേജ് ആണെന്നാണ്. അതായത് കറണ്ടുള്ള സമയത്ത് 28.9 വോൾട്ടിലാണ് നമ്മുടെ LEDകൾ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു LEDയുടെ വോൾട്ടേജ് വരുന്നത് 8.81 വോൾട്ടിലാണ് ഒരു LED കത്തുന്നത്. ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ അടുത്തൊരു ചേമ്പറിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഒരു സ്പേസറൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ഡിസൈനായിട്ടാണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആണ് സർക്യൂട്ട് വരുന്നത്. സർക്യൂട്ട് സാധാരണ സർക്യൂട്ട് മാതിരിയൊക്കെ തന്നെ. അതുമാത്രമല്ല ഒരു ബാറ്ററിയും ഈ കേസിൻ്റെ അകത്തുണ്ട്. ഇത് 18650 ബാറ്ററിയാണ്. ചൈനക്കാരുടെ ബാറ്ററിയാണ്. ഓൾറെഡി അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഷെൻജൻ വിൻവേ ലൈറ്റിംഗ് കമ്പനി ലിമിറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. 3.7 2200 mAh സെല്ലാണ് വരുന്നത്. നമ്മുടെ LED ബൾബ് ബാറ്ററി മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി വോൾട്ടേജ് എത്ര വേണ്ടിയിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. 3.72 വോൾട്ടാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ആയിട്ടിരിക്കുന്ന സെല്ലാണ്. നമ്മുടെ LED ടെസ്റ്റർ അടിച്ചു പോയതുകൊണ്ട് നമ്മളിപ്പോൾ ലാബ് ബെഞ്ച് പവർ സപ്ലൈ വെച്ചിട്ടാണ് നമ്മുടെ LED ബൾബുകൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3.14 വോൾട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ബാക്കപ്പ് കത്തുന്ന LED കത്തിച്ച് നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ചാണ് കത്തുന്നത്. അതിൻ്റെ അർത്ഥം ആ 22 LEDകളും പാരലലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 707 mAh എടുക്കുന്നുണ്ട്. ഉണ്ടോ 810 818 819 mAh അടുത്ത് എടുക്കുന്നുണ്ട് ബാറ്ററി മോഡിൽ. അതായത് 2200 mAh ബാറ്ററി ഒരു 2.5 മണിക്കൂർ വർക്ക് ചെയ്യും ഈ LED ബൾബ് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ 5 LEDകളകത്തുള്ളതിന് നമുക്ക് എത്ര വോൾട്ടേജ് എടുക്കുന്നുണ്ടെന്ന് നോക്കാം. കണ്ടോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 എണ്ണം നമ്മൾ പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 294 mAh വലിക്കുന്നത്. അപ്പോൾ 5 എണ്ണവും പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈയുടെ വോൾട്ടേജ് 28 വോൾട്ടിലേക്ക് കയറ്റുകയാണ് നമ്മൾ. അതായത് നമ്മൾ നേരത്തെ മെഷർ ചെയ്തിരുന്നു ബൾബിൻ്റെ വോൾട്ടേജ്. ആ ബൾബിൻ്റെ വോൾട്ടേജ് ആണ്ട് 28 വോൾട്ടിൻ്റെ അടുപ്പിച്ചാണ് വന്നിരുന്നത്. അപ്പം നമ്മൾ നേരെ 28 വോൾട്ടിൻ്റെ അടുപ്പിച്ച് 27.22 വോൾട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ LEDകൾ AC കത്തുന്ന LEDകളുടെ കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 3 എണ്ണം സീരീസ് ആയിട്ടുള്ള 3 സെറ്റ് സ്ട്രിങ്ങുകളാണുള്ളത്. കറണ്ട് എടുക്കുന്നത് 266 mAh എടുക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ബാറ്ററി ലോ വോൾട്ടേജിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 വയർ എടുത്ത് ബാറ്ററി ടെർമിനലുമ്പോൾ കണക്ട് ചെയ്യാണ്. ബൾബിൻ്റെ AC ടെർമിനൽ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ ബൾബ് ഇൻവെർട്ടർ മോഡിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻവെർട്ടർ മോഡിൽ മൊത്തം 685 mAh വലിക്കുന്നത്. ഇനി നമുക്ക് വോൾട്ടേജ് പതുക്കെ കുറച്ച് കൊടുക്കാം. അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് ഡൗൺ ആവുന്നത് നമുക്ക് സിമുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 3.3 വരെ ആയിട്ടുണ്ട്. 3.1 വോൾട്ട് ആകുമ്പോൾ തന്നെ നമ്മുടെ LED ബൾബ് വല്ലാണ്ട് ഫ്ലിക്കർ ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഈ ലിഥിയം അയൺ ബാറ്ററിക്ക് ശരിക്കും പറഞ്ഞാൽ 2.5 ഒക്കെയാണ് ഏറ്റവും ലോ വോൾട്ടേജ് വരുന്നത്. ഇതിപ്പോൾ 3.19 വോൾട്ടിലൊക്കെ എത്തിയപ്പോൾ തന്നെ LED ബൾബ് ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. വീണ്ടും നമ്മൾ താഴത്തേക്ക് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റഡി ആവുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് യാതൊരു ഗുണമില്ല. നമുക്ക് തീരെ ലൈറ്റ് കിട്ടുന്നില്ല ബൾബിൽ നിന്ന്. 2.8 ഫുള്ളായിട്ട് കട്ടായിട്ടുണ്ട്. ഈ ബൾബിൻ്റെ പരിചയപ്പെടുത്താൻ പറ്റുന്ന കമ്പോണൻസ് ഇതൊക്കെ തന്നെ ഉള്ളൂ. ട്രാൻസ്ഫോമർ, MOV 3 MOV ഉണ്ട്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ 2 എണ്ണം, പിന്നെ ഒരു ഇൻഡക്ടറൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട്. നമ്മൾ ഒരു മെയിൻ ICയുടെ നമ്പർ കണ്ടിട്ടുണ്ട് 9NYL 9HG3T എന്ന് പറഞ്ഞിട്ട്. പിന്നെ MB10S എന്ന് പറഞ്ഞ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. പിന്നെ കുറച്ച് ചെറിയ ICകളുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്പറൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ IC 9NYL എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ICയുടെ ഡാറ്റാ ഷീറ്റ് നമുക്ക് അവൈലബിൾ അല്ല. സെർച്ചിൽ ഒരു റിസൾട്ടും ഇല്ല. രണ്ടാമത്തെ ICയാണ് QW2882 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ചൈനീസ് ഒരു പേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. ഡാറ്റാ ഷീറ്റ് നോക്കുമ്പോഴത്തേക്കും
എറർ 404 ആണ് അടിക്കുന്നത്. അപ്പോൾ അതില്ല. എല്ലാ ലിങ്കും ഇതേമാതിരി തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നടുക്കത്തെ ഒരു ലിങ്കും കൂടി ഉണ്ട് ഓൾ ഡാറ്റ ഷീറ്റിൽ. ഓൾ ഡാറ്റ ഷീറ്റിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും വേറെ ലയാഡ് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെയാണ്. അതിൻ്റെ ഫസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം. QW220 എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഡാറ്റ ഷീറ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് പടത്തിൽ തന്നെ കാണുന്നുണ്ട് എന്തോ ആൻറ്റണയുടെയൊക്കെ ഒരു പടമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുമല്ല നമ്മുടെ ഡാറ്റ ഷീറ്റ്. പിന്നെ ഒരു പേജ് കണ്ടതാണ് ഈ ചൈനീസ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ അകത്ത് ഷെൻജൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്ക് കാണാം ഈ സാധനം എമർജൻസി ലാമ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചിപ്പാന്നുള്ളത് മാത്രം കൊടുത്തിട്ടുണ്ട്. വേറെ ഇതിൻ്റെ സർക്യൂട്ടോ ഡീറ്റെയിൽസോ ഒന്നും കൊടുത്തിട്ടില്ല. ഗൈസ്, അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബ് പ്യുവർലി മെയ്ഡ് ഇൻ ചൈനയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനായിട്ട് അറിഞ്ഞൂടാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട മാതിരി എനിക്ക് ഡാറ്റ ഷീറ്റ് ഒന്നും അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. അത് കൂടെ ഒരു ഡോക്യുമെൻറ്റേഷൻ ചെറിയൊരു സാധനത്തിൻ്റെ നമ്മുടെ ഈ കറണ്ട് സെൻസ് ചെയ്യുന്ന ഒരു ഐസിയുടെ ഡോക്യുമെൻറ്റേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഡാറ്റ ഷീറ്റേ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല ശരിക്കും. കാരണം ഡാറ്റ ഷീറ്റ് ഇല്ലാണ്ട് ഒരു ഐസി എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ അകത്ത് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ലിത്തിയം അയൺ ബാറ്ററി ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ശരിക്കും ലിത്തിയം അയൺ ബാറ്ററി നമുക്കൊരു 2.5 വോൾട്ട് വരെ 18650 ഒരു 2.5 വോൾട്ട് വരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അതിന് മുമ്പ് തന്നെ നമ്മുടെ ലൈറ്റ് ഫ്ലിക്കർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഓഫ് കോഴ്സ് 2.5 വോൾട്ടൊക്കെ താഴുമ്പോഴത്തേക്കും ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ നമുക്ക് യൂസബിളായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരെണ്ണമുണ്ട്. അപ്പം ഈ ലൈറ്റ് യൂസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എപ്പോഴും കത്തുന്ന ഒരു ഹോൾഡറിൽ കുത്തിയിടുക. അതായത് പുറത്തത്തെ ഇറയത്തെ ലൈറ്റോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലെ ലൈറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ റൂമിലെ ലൈറ്റോ ഹോൾവേയിലെ ലൈറ്റോ ഒക്കെ എപ്പോഴും കത്തിക്കിടക്കുന്ന തരത്തിലുള്ളൊരു സെറ്റിങ്ങിൽ ഇത് ഫിറ്റ് ചെയ്യുക. അതല്ലാതെ ഇത് നമ്മൾ ടോയ്ലറ്റ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കറണ്ട് പോയാൽ കത്തുന്ന വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കത്തില്ല. കാര്യം ടോയ്ലറ്റിൽ നമ്മൾ എത്ര നേരം ഇരിക്കും, അത്ര നേരം മാത്രമേ ഇതിൻ്റെ ബാറ്ററി ചാർജ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കുറയുന്നതനുസരിച്ച് തിരിച്ച് ടോപ്പപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ബൾബ് കറണ്ടിൽ യൂസ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ ലൈറ്റിംഗ് ആണ്. ഈ LED ബൾബിനെ കുറിച്ചുള്ള റിസർച്ചുകളെല്ലാം ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ലൈറ്റാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ലൈറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റായിട്ട് ഇടുക കേട്ടോ. അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സന്തോഷം. കാരണം ഇത്രയൊക്കെ പൈസയൊക്കെ മുടക്കിയിട്ട് ലൈറ്റ് ചെയ്തിട്ട് ശരിയായോ ഇല്ലയോ എന്നുള്ളത് ഒരു അറിയാനൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഒന്ന് കമൻറ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിലും സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.